മോളെ ഞാനങ്ങ് പോയിട്ട് വരാം കേട്ടോ. ഇനി പോയില്ലെങ്കിൽ ശരിയാകില്ല. കുറച്ചു ദിവസമായി പറമ്പിലേക്കൊക്കെ ഒന്ന് പോയിട്ടേ. അപ്പൊ ഞാൻ പോയിട്ട് വരാം, നോക്കണം കേട്ടോ. പക്ഷെ അമ്മേ, എനിക്ക് വിസിലടിക്കാൻ അറിയത്തില്ല കേട്ടോ. എന്താന്ന്? സോറി അമ്മേ, എനിക്ക് വിസിലടിക്കാൻ അറിയത്തില്ല. എന്റെ ആങ്ങളയ്ക്ക് അറിയാം. അവൻ ഞങ്ങളുടെ വീടിന്റെ തോടിന്റെ അപ്പുറത്തെ വീണയുമായിട്ട് ഇഷ്ടത്തിലാ. അപ്പൊ അവൻ വീണേനെ വിളിക്കാൻ വേണ്ടി വിസിലടിക്കാറുണ്ട്. പക്ഷെ എനിക്കറിയില്ല അമ്മേ. അതിന് നിന്നോടാരാ വിസിലടിക്കാൻ പറഞ്ഞേ? അല്ല, അമ്മയല്ലേ പറഞ്ഞേ കുക്കർ സ്റ്റൗവിൽ വെച്ചത് 3 വിസിലടിച്ചിട്ട് ഓഫാക്കാൻ. എന്റെ പൊന്നു കുഞ്ഞെ, വിസില് കുക്കർ അടിച്ചോളൂ, നീ അടിക്കണ്ട. കൊച്ചിതുവരെ കുക്കർ വിസിലടിക്കുന്ന കേട്ടിട്ടില്ലേ? ഈ കുക്കർ നമ്മൾ സ്റ്റൗവിൽ വെക്കുമ്പോഴേ കുറച്ചു കഴിയുമ്പോ ഒരു സൗണ്ട് കേൾക്കിയല്ലേ? അത് ഇതുവരെ മോള് കേട്ടിട്ടില്ലേ? ആ ആ സൗണ്ട് കേട്ടിട്ടുണ്ട്. അതിന് വിസിലടിക്കാന്നാ പറയാന്ന് അറിയില്ലായിരുന്നു. ശരി അമ്മേ. എന്റെ പൊന്നു ദൈവമേ, എന്താവോ എന്തോ. അയ്യോ. അയ്യോ. അമ്മ വന്നായിരുന്നോ? ആ മോളെ, നമ്മുടെ മമ്മതേ മീനും കൊണ്ട് വന്നില്ലേ? ആ, മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മീൻ മുറിച്ച് വൃത്തിയാക്കട്ടെ? അയ്യോ വേണ്ട വേണ്ട വേണ്ട, മീനൊക്കെ ഞാൻ വൃത്തിയാക്കിക്കോളാം, നീ ചെയ്യണ്ട. അയ്യോ വേണ്ടമ്മേ, ഞാൻ ചെയ്തോളാം. അമ്മ മടുത്ത് വന്നതല്ലേ. കത്തി എവിടെയാ വെച്ചേക്കുന്നേ? ആ, കത്തി മോളെ ആ വർക്കേരിയയിൽ ഇരിപ്പുണ്ട് കേട്ടോ. ആ വർക്കേരിയയിൽ ആ അരകല്ലിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. ആ, മടുത്തു പോയി എന്റെ അമ്മോ. പറമ്പിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് കേറാൻ മേലാത്ത അവസ്ഥയാ. ഇതല്ലേ അമ്മേ? മോളെ, കൊച്ചു മീൻ അവിടെ വെച്ചേക്ക്. അമ്മ വൃത്തിയാക്കിക്കോളാം മോനെ, കേട്ടോ. വേണ്ടമ്മേ, ഉം, ഞാൻ വരാം. ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ അമ്മേ. അത് പറഞ്ഞു തന്നാ മതി, കേട്ടോ. ശുഭം. എന്റെ പൊന്നി ചേച്ചി, തേങ്ങ ഇല്ല ചേച്ചി, തേങ്ങ ഒരെണ്ണം പോലും എടുക്കാനില്ല. കടയിൽ പോയി മേടിക്കാന്ന് വെച്ചാ എന്തൊരു വിലയാ. 3 തേങ്ങ ഉള്ളത് മണ്ടയും കളഞ്ഞിട്ട് യാതൊരുവിധ നാണോ ഇല്ലാതെ പറമ്പിൽ നിൽപ്പുണ്ട്. തേങ്ങ 8-10 വേണമെങ്കിൽ നീ ഇവിടുന്ന് കൊണ്ടുപോ, ഇവിടെ തേങ്ങ ഇരിപ്പുണ്ടെന്നേ. ഓ എന്റെ ചേച്ചി, വലിയ ഉപകാരം ചേച്ചി. മരുമോളെങ്കെ സൂപ്പറാണോ? ഒന്നും പറയണ്ട എന്റെ മിന്നാമിന്നി, അല്ല മിൻമിനി, മിനി മിനി മിൻമിനി, ഓ എന്ത് പേരാ നിനക്ക് ഇട്ടേക്കുന്നത്? ഒന്നെങ്കിലും മിനി എന്നിടണം. ഇതൊരു പേരിട്ടേക്കുന്നത് മിൻമിനിന്ന്. ഇത് വിളിക്കാൻ പറ്റണ്ടേ മനുഷ്യന്? എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നു എന്റെ പേര് വിളിക്കുമ്പോ. ഓ എന്റെ പൊന്നി ചേച്ചി, എന്റെ കൊച്ചച്ഛനിട്ട പേരാന്നേ. കൊച്ചച്ഛന്റെ കാമുകിയുടെ പേരാ. ഉം. ആ, കൊച്ചച്ഛൻ ചെറുപ്പം മുതലേ പ്രേമിച്ചുകൊണ്ടിരുന്നതാ. അപ്പൊ നല്ലൊരു പണക്കാരനെ കണ്ടപ്പോ കാമുകി തേച്ചിട്ട് പോയി. പിന്നെ ചേട്ടന്റെ കൊച്ചുണ്ടായപ്പോ ഞാനുണ്ടായപ്പോ എനിക്ക് ആ പേരം കിട്ടും. അങ്ങനെ സങ്കടം തീർത്തു. അത് പോട്ടെ. ചേച്ചിയുടെ മുഖത്തെന്തോ കുണ്ടിതം? എന്താന്ന്? ഓ സംശയിക്കണ്ട, മുഖത്തെന്താ സങ്കടന്ന്? ഓ ഒന്നും പറയണ്ടടി, ഒരു പൊട്ടത്തിയാണ് കുടുംബത്തോട്ട് വന്നു കേറിയത്. പൊട്ടത്തി നിന്നും വിളിച്ചെന്റെ കുറഞ്ഞു പോകും. വെറും മന്ദബുദ്ധിത്തരം എന്ന് പറഞ്ഞാല് അതാണ് കാണിച്ചു കൂട്ടുന്നത്. ഒന്നുമില്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള പെണ്ണല്ലേ, അതിന്റെയെങ്കിലും ഒരു പക്വത കാണിക്കണ്ടേ? ഓ അതിന് പണിയൊന്നും അറിയത്തില്ലായിരിക്കും, അതായിരിക്കും ചേച്ചി ഇങ്ങനെ പറയുന്നത്. എന്റെ ചേച്ചി, ഞാന് ഇപ്പൊ എന്തോരം പണിയാ കുടുംബത്തെടുക്കുന്നത്. ഒരു മിനിറ്റ് എനിക്ക് ഇരിക്കാൻ നേരമുണ്ടോ? ഏ ആ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് കേറിയ സമയത്ത് എനിക്കൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. കെട്ടിയവനൊരു ചായ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചായ കുടിച്ചിട്ട് ഞാൻ തന്നെ എന്നെ വഴക്ക് പറഞ്ഞു. ചെവിക്കിട്ട് 2 കിഴുക്കും കൊടുത്തു. പുതുമോടി ആയതുകൊണ്ടാണ് കെട്ടിയ മുമ്പിൽ കണ്ട കിണറ്റിൽ എന്നെ എടുത്തിടാതിരുന്നത്. അപ്പൊ പിന്നെ ഇപ്പത്തെ പെൺപിള്ളേരുടെ കാര്യം പറയണോ? അതൊക്കെ പഠിച്ചോളൂന്നേ ചേച്ചി, ഇങ്ങനെ മൂഡ് ഓഫ് ആകാതെ. എന്റെ പൊന്നു മിൻമിനി, അതൊക്കെ എനിക്കറിയാം. എനിക്കും പെങ്കൊച്ചുള്ളതല്ലേ. ഇതൊന്നുമല്ല, രാവിലെ ഞാൻ ആ പെങ്കൊച്ചിനോട് പറഞ്ഞു, മോളൊന്ന് അരി കഴുകിക്കൊണ്ട് വാ, അമ്മ അടുപ്പിൽ തീ പിടിപ്പിക്കുമ്പോഴത്തേക്ക് അരി ഒന്ന് കഴുകിക്കൊണ്ട് വാന്ന് പറഞ്ഞു ഇതിനോട്. ആ, അരി കഴുകിയത് വൃത്തിയായില്ലേ, അതിനാണോ? സാരമില്ലെന്നേ. മിനുങ്ങ, നീ ഒന്ന് വായടച്ച് ഞാൻ പറയട്ടെ അങ്ങോട്ട്. അരിയൊക്കെ വൃത്തിക്ക് കഴുകിക്കൊണ്ട് വന്നു. നല്ല സോപ്പ് പൊടിയൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് കഴുകിക്കൊണ്ട് വന്നു. അപ്പുറത്ത് മിന്നുമോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന് വരെ അറിയാം അരി എങ്ങനെയാ കഴുകണ്ടേന്ന്. ഉഫ്, അത്രയും പൊട്ടത്തിയാണോ? അയ്യോ. വെറും പൊട്ടത്തിയല്ല, അഭ്യസ്തവിദ്യയായ പൊട്ടത്തി. കേട്ടിട്ടില്ലേ? ആരെയാ അമ്മേ പൊട്ടത്തി എന്ന് പറയുന്നേ? ആരാ പൊട്ടത്തി? ആരായിരുന്നു? അതെന്റെ അമ്മയുടെ വകയിലുള്ള ഒരു പൊട്ടത്തിയുടെ കാര്യം ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. ആഹാ, പൊട്ടത്തിനെ മാത്രമേ ചെയ്യുള്ളൂ അതാ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി. ആ, എന്റെ അമ്മ എന്നെ എപ്പോഴും കടിഞ്ഞൂൽ പൊട്ടി എന്നാ വിളിക്കുക. എന്ത് ചെയ്താലും എപ്പോഴും അതെ. അതെന്താ? എന്താണോ എന്തോ, അമ്മ എപ്പോഴും എന്നെ അങ്ങനെ വിളിക്കാറ്. ചേച്ചിക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ചായ വേണോ, വെള്ളം വേണോ, എന്താ വേണ്ടേ? അയ്യോ, ഒന്നും വേണ്ട മോളെ, ഒന്നും വേണ്ടായിട്ടാ. ഞാനേ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ വന്നത്.
മോള് ചോദിച്ചല്ലോ, സന്തോഷം. ഇന്നത്തെ കാലത്ത് എത്ര പെൺപിള്ളേർ ഇങ്ങനെ ചോദിക്കും. അല്ലേ ചേച്ചി? ഒന്നും വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. എന്തെങ്കിലും കുടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കുടുംബത്തിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പച്ചവെള്ളം എങ്കിലും കൊടുക്കാതെ അവരെ വിടരുതെന്ന്. ആണോ? നല്ല അമ്മ അല്ലേ ചേച്ചി? ഞാൻ എടുത്തിട്ട് വരാം. അയ്യോ, ചേച്ചിയുടെ മരുമോൾ എനിക്ക് ചായ ഇട്ടുകൊണ്ട് വരാൻ പോയതാണോ? ആ പിന്നെ അല്ലാതെ, ഇപ്പൊ ചായ ഇട്ടുകൊണ്ട് വരും. അവളുടെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചത് നീ കേട്ടില്ലേ? നല്ല അനുസരണയുള്ള കൊച്ച എന്തായാലും. അയ്യോ, പറഞ്ഞു കേട്ടത് വെച്ചിട്ട് ഇനി പഞ്ചസാരയാന്നും പറഞ്ഞിട്ട് സോപ്പ് പൊടി എങ്ങാനും കലക്കി കൊണ്ടു തരുവോ? എന്റെ അയ്യോ, എനിക്ക് പോയി ആശുപത്രിയിൽ പോയിട്ട് വയറും കഴുകി കിടക്കാൻ വേണ്ടിട്ട് ഞാൻ പോട്ടെ. ചായ കുടിച്ചിട്ട് പോവാൻ മിൻമിനി, അവൾ ഉണ്ടാക്കിക്കൊണ്ട് വരികയല്ലേ. പോ ചേച്ചി, ചേച്ചി കുടിച്ചോ മരുമോളുടെ ചായ. പാവം പേടിച്ചോടി. എന്റെ ദൈവമേ, ഞങ്ങളുടെ ആരോഗ്യം നിന്റെ കയ്യിലാ ദൈവമേ. ഓ, എന്നാലും ഈ പെങ്കൊച്ച് ഡിഗ്രി വരെ പഠിച്ചെന്നല്ലേ പറഞ്ഞത്? കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ലായിരിക്കും, സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളല്ലേ. പാവം പേടിച്ചോടി. അയ്യോ അമ്മ, ആ ചേച്ചി പോയോ? ചായ എടുത്തോണ്ട് വന്നായിരുന്നു ഞാൻ. ആ, അവളെ മോട്ടർ മോട്ടർ ഓണാക്കിയിട്ടായിരുന്നു വന്നേന്ന്. അതുകൊണ്ട് ഇപ്പഴാ ഓർമ്മ വന്നപ്പോ പെട്ടെന്ന് ഓടിപ്പോയതാ. അയ്യോ, എന്നാ ചായ അമ്മ കുടിച്ചോ? അയ്യോ, എനിക്ക് വേണ്ട മോളെ. അതെന്താ? കുടിച്ചോ അമ്മേ. അമ്മയ്ക്ക് മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ട്. ചെറിയ ക്ഷീണമല്ലേ മുള്ളു മോളെ, എന്നെ കിടത്തണോ നിനക്ക്? എന്താ അമ്മേ? ഞാനേ ചായ കൂടി അങ്ങ് നിർത്തി. എന്നിട്ട് അപ്പൊ രാവിലെ ചായ കുടിച്ചല്ലോ? ആ, ഇന്ന് രാവിലെ കുടിച്ച ചായയില്ലേ, അതെന്റെ ലാസ്റ്റ് ചായയായിരുന്നു. ഇനി ചായ കുടിക്കത്തേ ഇല്ല. ആണോ? എന്നാ പിന്നെ അമ്മ എന്നോട് ഒരു വാക്ക് പറയണ്ടേ? ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ടീ ആക്കി തന്നേനെ. എനിക്ക് സ്പെഷ്യൽ ടീ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം, അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. വേണ്ട, വേണ്ടാത്തോണ്ടാ. അയ്യോ, ഞാൻ തന്നെ കുടിക്കാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ തുണി ഞാൻ തന്നെ കഴുകിക്കോളാന്ന്. അയ്യോ, എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴക്കു പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട്, ചേട്ടന്റെ ഡ്രസ്സൊക്കെ നന്നായിട്ട് അലക്കി വൃത്തിയാക്കി കൊടുക്കണം, ഒന്നും ചേട്ടനെ കൊണ്ട് ചെയ്യിക്കരുതെന്ന്. അല്ലെങ്കിലും ഭാര്യമാരില്ലേ ഇതൊക്കെ ചെയ്യേണ്ടത്. ഓ, അങ്ങനെ നിയമമൊന്നുമില്ല. എന്റെ 2 ഷർട്ടാണ് നീ നശിപ്പിച്ചു കളഞ്ഞേ. ആ പിങ്ക് കളറുള്ള ഷർട്ടിന്റെ അകത്ത് നീ നീല കളറാക്കി. ഇപ്പൊ ഇതാ വൈറ്റ് ഷർട്ടിന്റെ മുകളിൽ നീല കളർ. ഈ കളർ പോകുന്ന തുണികളെല്ലാം കൂടെ ഒന്നിച്ച് വെക്കാൻ പാടില്ല, നിനക്ക് അറിയത്തില്ലേ? ശോ, ആ ബ്ലൂ ചുരിദാറിന്റെ കളറ് പോയിക്കൊണ്ടിരിക്കുവന്നേ. എന്തൊരു കഷ്ടമാ. നല്ല വില കൊടുത്ത് വാങ്ങിച്ച ചുരിദാറാ. ഒരു കാര്യം ചെയ്യാം, ആ ചുരിദാർ കളയാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. ഓ, എന്നാലും ഇനി ശ്രദ്ധിക്കാന്ന് പറയുന്നില്ല. ഒട്ടത്തി. കഷ്ടമായി പോയി, ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ചേച്ചി ഇവിടെ ഇല്ലേ? ചേച്ചി, ചേച്ചി. ആ ചേച്ചി, ചേച്ചി എന്താ ചായ കുടിക്കാതെ പോയത്? നന്നായി, ആ ചായ കൊള്ളത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വേറെ നല്ല ചായ ഉണ്ടാക്കി തരട്ടെ? അയ്യോ, ചായ വേണ്ട, ചായ വേണ്ട. ഞാനേ ഇന്നും മോട്ടർ ഓണാക്കി ഇട്ടിട്ടാ വന്നേ. ഓഫാക്കാൻ മറന്നുപോയി മോളെ. പിന്നെ എന്റെ മോളുടെ കൊടയാണ്, ഇപ്പൊ ഞാൻ കൊട ഇവിടെ വെച്ച് മറന്നുപോയി. നേരത്തെ വന്നപ്പോഴേ കൊട എടുക്കാൻ മറന്നു. നമുക്ക് നാളെ സ്കൂളിൽ പോകണ്ടേ, അതുകൊണ്ട് ഞാൻ കൊട എടുക്കാൻ വന്നതാണേ. കൊട എടുത്തിട്ട് വേഗം പോവും. ഒരു ദിവസം മോട്ടറൊക്കെ ഓഫ് ആക്കിയിട്ട് വരണം കേട്ടോ. എന്തിനാ, എന്നെ ഓഫ് ആക്കാനാണോ? തമാശക്കാരി അല്ലേ? ചെറുതായിട്ട്. നന്നായിട്ട് തമാശ പറയുന്നുണ്ടല്ലോ. ഈ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ഇല്ലേ, അതിനകത്തൊക്കെ പോയിക്കൂടെ? പൈസയൊക്കെ കിട്ടും. അയ്യോ, അത്രയ്ക്കൊന്നുമില്ല. ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അറിയാതെ വഴിന്ന് വീണു പോകുന്നതാ. ചേച്ചി, ചേച്ചി, എന്റെ കൊട എടുത്തു വെച്ചെങ്കി ഒന്ന് എടുത്തു തരുവോ? ആ കൊടയെ ഞാനെടുത്ത് അകത്ത് വെച്ചതാ, പുറത്തൊരു സാധനം വെക്കാൻ മേല. ആരെങ്കിലും ഒക്കെ എടുത്തോണ്ട് പോവാന്നേ, ഒന്നും പറയണ്ട. അയ്യോ. ആ, വേണ്ടാ ചേച്ചി, പോട്ടെ. അല്ലടി, അവള് ചായ വെച്ച് തരും, കുടിച്ചിട്ട് പോവാ. ചേച്ചി പൊക്കോട്ടമ്മേ, മോട്ടർ ഓഫ് ആക്കാതെ വന്നത്. ഒരു ദിവസേ അമ്മ പുറത്തു പോയപ്പോ എന്നോട് ഇങ്ങനെ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്, ഓഫ് ആക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓഫ് ആക്കിയില്ല. അമ്മ വന്നത് വൈകുന്നേരം 7:30. കത്തിപ്പോയി, മോട്ടർ കത്തിപ്പോയി. അത് ശരി, അപ്പൊ വീട്ടിലെ മോട്ടർ കത്തിച്ചായിരുന്നല്ലേ? ഈ കൊടയും കൊടുത്തേക്ക്. പോട്ടെ. ആ മോളെ, നാളെയേ ശ്രേയ വരും, നിന്റെ ഒരേ ഒരു നാത്തൂനാ. ആ, ചേട്ടനെ കഴിഞ്ഞ് 2 വയസ്സ് കൂടുതലല്ലേ ചേച്ചിക്ക്? ചേട്ടൻ പറഞ്ഞായിരുന്നു. ആ, അവനുമായിട്ട് 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ, അവളാ മൂത്തത്. ആ, നാളെ എന്റെ നാത്തൂൻ വന്നിട്ട് വേണം സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ഞാൻ യൂട്യൂബിലൊന്ന് നോക്കട്ടെ. അയ്യോ, എന്ത് സ്പെഷ്യലാണോ എന്തോ.